Good afternoon. Good afternoon, ma'am. നിങ്ങൾ രണ്ടുപേരും ഉണ്ടായിരുന്നുള്ളൂ കഴിഞ്ഞ ക്ലാസ്സില്? ഇല്ല, ഒരാളും കൂടി ഉണ്ടായിരുന്നു. ഒരാളും കൂടി ഉണ്ടായിരുന്നു അല്ലെ? ബ്രേക്ക് എടുക്കാൻ പോയിട്ട് വന്നിട്ടില്ലേ അല്ലെ? ഓക്കെ, അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ പഠിച്ചത്? ബ്ലഡ് ഗ്രൂപ്പ് പഠിച്ചു അല്ലെ? ഓരോ ഗ്രൂപ്പിനും റിസീവ് ചെയ്യാൻ പറ്റുന്ന ഏതൊക്കെ ഗ്രൂപ്പാണ് റിസീവ് ചെയ്യാൻ പറ്റുന്നത്, ആർക്കൊക്കെ ബ്ലഡ് ഒക്കെ നമുക്ക് റിസീവ് ചെയ്യാം, അല്ലെങ്കിൽ ഓരോരുത്തർക്കും ആർക്കൊക്കെ ഡൊണേറ്റ് ചെയ്യാം എന്നുള്ളത് ടേബിള് വരച്ച് നമ്മൾ പഠിച്ചു അല്ലെ? പഠിച്ചില്ലേ? ഓക്കെ. അപ്പൊ ഇനി നമ്മളെ നെക്സ്റ്റ് പിന്നെ എന്താണ്, ബ്ലഡ് ബാങ്കിൽ എന്തൊക്കെ ടെസ്റ്റുകളാണ് അവിടെ ചെയ്യുന്നത് അല്ലെ? അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചായിരുന്നു. വാട്ട് ടെസ്റ്റ് ആർ ഡൺ ഇൻ ബ്ലഡ് ബാങ്കിങ്? എന്തൊക്കെ ടെസ്റ്റുകളാ ചെയ്യുന്നേ? ടെസ്റ്റിന്റെ ഒപ്പം തന്നെ ബ്ലഡ് ടൈപ്പിംഗ് നോക്കും അല്ലെ? പിന്നെ ഏതെങ്കിലും തരത്തിലുള്ള റെഡ് ബ്ലഡ് സെൽസ് ഉണ്ടോ എന്നുള്ളത് നോക്കും. പിന്നെ ഇൻഫെക്ഷൻ എന്തെങ്കിലും, ഫാസ്റ്റ് ഇൻഫെക്ഷൻ എന്തെങ്കിലും ഉണ്ടോ? HIV പോലുള്ള ഫാസ്റ്റ് ഇൻഫെക്ഷൻ, അല്ലെങ്കിൽ ഹെപ്പറ്റൈറ്റിസ്, അല്ലെങ്കിൽ സിഫിലിസിന് കാരണമായിട്ടുള്ള ട്രിപ്പോണിമ പാലിഡ എന്ന് പറഞ്ഞ ബാക്ടീരിയ, അങ്ങനെയുള്ള എന്തെങ്കിലും ഡിസീസ് ഫാസ്റ്റ് അവർക്ക് ഇൻഫെക്ഷൻ ഉണ്ടോ എന്നുള്ളതും നോക്കും. പിന്നെ ടൈപ്പ് നോക്കും അല്ലെ? ഗ്രൂപ്പ് നോക്കും, അതിന്റെ ഒപ്പം പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നുള്ളത് RH ടൈപ്പിംഗ് നോക്കും. ഇത്തരം ടെസ്റ്റുകളാണ് ബ്ലഡ് ബാങ്കിൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ വിച്ച് ബ്ലഡ് ഗ്രൂപ്പ് ഈസ് നോൺ ആസ് യൂണിവേഴ്സൽ ഡോണർ? ഒക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞില്ലേ, ഏത് ബ്ലഡ് ഗ്രൂപ്പ് യൂണിവേഴ്സൽ ഡോണർ എന്ന് പറയുന്നത്? യൂണിവേഴ്സൽ ഡോണർ O group. Which group is known as universal recipient? AB group. ഇനി നമുക്ക് RH ടൈപ്പിംഗ് ഇനി പഠിക്കാനുണ്ട്, അപ്പൊ അത് വരുമ്പോൾ നമുക്ക് അത് നോക്കാം കേട്ടോ. ഇപ്പൊ ഗ്രൂപ്പ് മാത്രമാണ് നമ്മൾ പറഞ്ഞുള്ളൂ. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത്, നിങ്ങക്ക് നോട്ട് കിട്ടിയോ? PDF ആയിട്ട് കിട്ടിയോ? ഓക്കെ. നെക്സ്റ്റ് നോക്കിയോ. അപ്പൊ നമ്മൾ ബ്ലഡ് ബാങ്കിൽ ഏതൊക്കെ ടെസ്റ്റുകളാണ് ചെയ്യുന്നതെന്നുള്ളതാണ്. വാട്ട് ടെസ്റ്റ് ആർ ഡൺ ഇൻ ബ്ലഡ് ബാങ്കിങ്, അതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത് അല്ലെ? ABO ഗ്രൂപ്പ് പറഞ്ഞു, പിന്നെ RH ടൈപ്പിംഗ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നുള്ളത് പറഞ്ഞു. ഇനി എന്തെങ്കിലും റെഡ് ബ്ലഡ് സെൽസ് ആന്റിബോഡീസ് ഉണ്ടോ എന്നുള്ളത് നോക്കും. പിന്നെ പാസ്റ്റ് ഇൻഫെക്ഷൻ, ഒരു ആൾക്ക് പാസ്റ്റ് ഇൻഫെക്ഷൻ ഉണ്ടോ എന്നുള്ളത് നോക്കും. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കി, ഇവിടെ ടേബിൾ ആണ്. ജസ്റ്റ് ഈ ടേബിൾ ഒന്ന് നിങ്ങളൊന്ന് നോക്കി വെച്ചാൽ മതി. നോക്കി, അക്കോർഡിംഗ് ടു അമേരിക്കൻ അസോസിയേഷൻ ഓഫ് ബ്ലഡ് ബാങ്ക്, ഡെലിവറി ഓഫ് ബ്ലഡ് ടൈപ്പ് ഇൻക്ലൂഡിംഗ് ദ ഫോളോയിങ്. ഇവിടെ ഡെലിവറി ചെയ്യുന്ന ആ ബ്ലഡ്, ഏതൊക്കെ ബ്ലഡ് എത്ര പെർസെന്റേജ് ആണെന്നാണ് ഇവിടെ ഈ ടേബിളിൽ കൊടുത്തേക്കുന്നത്. അപ്പൊ ആ ടേബിള് ജസ്റ്റ് അതുപോലെ നോക്കിയാൽ മതി. ഇവിടെ നോക്കിയേ, O പോസിറ്റീവ് ആണെങ്കിൽ 39%, B പോസിറ്റീവ് 9%, AB പോസിറ്റീവ് 3%, O നെഗറ്റീവ് 9%, A പോസിറ്റീവ് 31%, A നെഗറ്റീവ് 6%, B നെഗറ്റീവ് 2%, AB നെഗറ്റീവ് 1%. ഇതിൽ നിന്നൊന്നും ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിച്ചു കണ്ടിട്ടില്ല. ജസ്റ്റ് ഉള്ളത് നമ്മുടെ ഇതിനകത്ത് ടോപ്പിക്കിൽ ഉള്ളത് കൊണ്ട് നമുക്കത് ഒഴിവാക്കാനും പറ്റില്ല. ജസ്റ്റ് അതിന്റെ അവരുടെ ഓരോന്നും ഡെലിവറി ചെയ്യുന്ന ബ്ലഡ് ടൈപ്പും അതിന്റെ പെർസെന്റേജും മാത്രം കൊടുത്തിട്ടുണ്ടെന്നുള്ളൂ. ജസ്റ്റ് ഒന്ന് നോക്കാം. ഇനി ഇത് ഇമ്പോർട്ടന്റ് ആണ്, എല്ലാ എക്സാംസിനും ചോദിക്കുന്ന ഒരു ഏരിയ തന്നെയാണ് കോൺസ്റ്റിറ്റ്യൂവൻസ് ഓഫ് ബ്ലഡ്, അല്ലെങ്കിൽ കമ്പോണൻസ്. ബ്ലഡിലുള്ള കമ്പോണൻസ് ഏതൊക്കെയാണെന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ശ്രദ്ധിക്കുക. വെൻ ബ്ലഡ് ഓർ വൺ ഓഫ് ഹിസ് കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്സ് ഈസ് ട്രാൻസ്ഫേർഡ്, നമ്മൾ പറഞ്ഞു ബ്ലഡ് അവിടെ ബ്ലഡ് ബാങ്കിൽ അവർ സ്റ്റോർ ചെയ്യുമ്പോൾ അതിലുള്ള ഓരോ കമ്പോണൻസും സെൻട്രിഫ്യൂജ് എന്ന് പറയുന്ന മിഷീനിലിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടാണ് അവിടെ സ്റ്റോർ ചെയ്യുന്നതെന്ന് പറഞ്ഞായിരുന്നു അല്ലെ? RBC, WBC, പ്ലേറ്റ്ലെറ്റ്, പ്ലാസ്മ, ഇങ്ങനെ 4 കമ്പോണൻസ് ആണ് ബ്ലഡിലുള്ളത്, കോൺസ്റ്റിറ്റ്യൂവൻസ്. അപ്പൊ അങ്ങനെ ആ 4 കമ്പോണൻസ് പ്രത്യേകം എന്താണ് സെപ്പറേറ്റ് ചെയ്തിട്ടാണ് അവിടെ സ്റ്റോർ ചെയ്തിരിക്കുന്നത്. ചിലർക്ക് RBCയുടെ കൗണ്ട് കുറവായിരിക്കും, RBC മാത്രം മതിയെങ്കിൽ അത് മാത്രം ട്രാൻസ്ഫ്യൂസ് ചെയ്താൽ മതിയാവും. WBC ആണ് വേണ്ടവർക്ക് ഫുൾ ബ്ലഡ് കൊടുക്കണ്ടല്ലോ, അത് WBC മാത്രം ട്രാൻസ്ഫ്യൂസ് ചെയ്താൽ മതിയാവും. അപ്പൊ അങ്ങനെ ബ്ലഡിലുള്ള ഓരോ കമ്പോണൻസും സെപ്പറേറ്റ് ചെയ്തിട്ടാണ് ബ്ലഡ് ബാങ്കിൽ അവിടെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്.
അപ്പൊ ഏതൊക്കെ കമ്പോണൻസ് ആണെന്ന് നോക്കാം. ഇവിടെ നോക്കി ഡോട്ട് ഇട്ട് ഇവിടെ തന്നിട്ടുണ്ട്. ബ്ലഡിലെ കോൺസ്റ്റിറ്റ്യൂവൻസ് കമ്പോണൻസ് എന്ന് പറയുന്നത് RBC, റെഡ് ബ്ലഡ് സെൽസ്. RBCയുടെ ഫുൾ ഫോം എന്താ? എക്സ്പാൻഡഡ് ഫോം എന്താ? റെഡ് ബ്ലഡ് സെൽസ്. പിന്നെ പ്ലേറ്റ്ലെറ്റ്സ്, വൈറ്റ് ബ്ലഡ് സെൽസ്, പ്ലാസ്മ. ഇത്രയും കമ്പോണൻസ് കോൺസ്റ്റിറ്റ്യൂവൻസ് ആണ്. ചോദിക്കൂട്ടോ ബ്ലഡിലുള്ള കമ്പോണൻസ് ഏതൊക്കെയാണെന്ന്. RBC, പ്ലേറ്റ്ലെറ്റ്സ്, വൈറ്റ് ബ്ലഡ് സെൽസ്, പ്ലാസ്മ. ഇനി ഓരോ ബ്ലഡ് സെൽസിനും അതിൻ്റെതായ ഫങ്ഷൻസ് ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് ആ ഫങ്ഷൻസ് അവിടെ പറയുന്നത്. ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. നോക്കാം. ഇനി ഇവിടെ നമ്മൾ ഫസ്റ്റ് പറഞ്ഞേക്കണ RBC ആണ്. RBC റെഡ് ബ്ലഡ് സെൽസ് എന്ന് പറയുന്നു. റെഡ് ബ്ലഡ് സെൽസ് അത് നോക്കി എന്തായിരിക്കും? അപ്പൊ റെഡ് കളർ ആയിരിക്കും അല്ലെ? ചുവന്ന രക്താണുക്കൾ, മലയാളത്തില് ചുവന്ന രക്താണുക്കള് അല്ലെങ്കിൽ ശ്വേത രക്താണുക്കൾ എന്നൊക്കെ അറിയപ്പെടും. RBC ചുവന്ന രക്താണുക്കൾ, ശ്വേത രക്താണുക്കൾ എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. ഇതൊരു കാര്യം അവിടെ നോട്ട് ചെയ്യണം. ഓരോന്നിന്റെ അതിന്റെ സയന്റിഫിക് നെയിം എന്താണെന്ന് കൂടി അതിന്റെ അവിടെ ഒന്ന് ആഡ് ചെയ്ത് വെക്കണം കേട്ടോ. നിങ്ങളുടെ നോട്ടിൽ തന്നെ എഴുതിയാൽ മതി. റെഡ് ബ്ലഡ് സെൽസ് RBCയുടെ സയന്റിഫിക് നെയിം ആണ് എറിത്രോസൈറ്റ്. ERYTHROCYTES എറിത്രോസൈറ്റ്സ്. എറിത്രോസൈറ്റ്സ്. RBCയുടെ സയന്റിഫിക് നെയിം എന്താണ്? എറിത്രോസൈറ്റ്സ് എന്നാണ് അറിയപ്പെടുന്നത്. ഈ നമ്മുടെ ബ്ലഡിലെ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന ബ്ലഡ് സെൽസ് ആണ് RBC എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ബ്ലഡിൽ ഏറ്റവും പറയോ? പറയാലോ, എഴുതിക്കോ. എറിത്രോസൈറ്റ്സ് ERYTHROCYTES എറിത്രോസൈറ്റ്സ്. എറിത്രോസൈറ്റ്സ് ERYTHROCYTES. മലയാളത്തില് അരുണ രക്താണുക്കള്, ചുവന്ന രക്താണുക്കൾ എന്നൊക്കെ അറിയപ്പെടും. RBC സയന്റിഫിക് നെയിം ആ പറഞ്ഞത് എറിത്രോസൈറ്റ്സ് എന്ന് പറയുന്നത്. നോക്കിയേ, ഈ എറിത്രോസൈറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്ലഡിലുള്ളത് ഏറ്റവും രക്തത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ബ്ലഡ് സെല്ലാണ്, രക്തകോശമാണ് RBC. നമ്മുടെ ഏറ്റവും ബ്ലഡിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ബ്ലഡ് സെൽ ഏതാണ്? RBC ആണ്. ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന രക്തകോശമാണ്, രക്തകോശങ്ങൾ ബ്ലഡ് സെൽസ് ആണ് RBC എന്ന് പറയുന്നത്. ഇതിന്റെ ലൈഫ് സ്പാൻ എന്ന് പറഞ്ഞാൽ അതിന്റെ ലൈഫ് സ്പാൻ 120 ദിവസമാണ്. ഇതിനകത്ത് പറഞ്ഞിട്ടില്ല. ഏറ്റവും കൂടുതൽ ആയുസ് ഉള്ളതാണ്. 120 ദിവസം ആയുസുണ്ട് RBCക്ക്, റെഡ് ബ്ലഡ് സെൽസ്. ഇതിന് എന്തുകൊണ്ടാണ് ഈ പേര് വരാൻ കാരണം എന്ന് വെച്ചാൽ അതിന്റെ കളർ തന്നെ ചുവപ്പാണ്. ചുവപ്പ് നിറത്തോട് കൂടിയതും അതുപോലെ ഇരുമ്പ് അടങ്ങിയിട്ടുള്ളതുമായ ഹീമോഗ്ലോബിൻ എന്ന മാംസ്യം എന്ന് പറഞ്ഞ പ്രോട്ടീൻ ഇവയിലുള്ളത് കൊണ്ടാണ് ഈ ബ്ലഡ് സെൽസിന് ചുവന്ന രക്താണു അല്ലെങ്കിൽ RBC എന്ന് പേര് വരാൻ കാരണം. എന്തിന്റെ പ്രസൻസ് ഉള്ളത് കൊണ്ടാണ് RBC എന്ന് പേര് വരാൻ കാര്യം? ഹീമോഗ്ലോബിൻ ഉള്ളത് കൊണ്ടാണ് അതിന് RBC, റെഡ് ബ്ലഡ് സെൽസ്, ചുവന്ന രക്താണു, ശ്വേത രക്താണു എന്നൊക്കെ അറിയപ്പെടാൻ കാര്യം. ഇതില് ചുവപ്പ് നിറത്തോടു കൂടിയതും ഇരുമ്പ് അടങ്ങിയിട്ടുള്ളതുമായ ഹീമോഗ്ലോബിൻ ഉള്ളത് കൊണ്ടാണ്, ഹീമോഗ്ലോബിൻ എന്ന സങ്കീർണ മാംസ്യം അതിനകത്തുള്ളത് കൊണ്ടാണ് ചുവന്ന കളറ് കിട്ടാൻ കാരണം. അതുകൊണ്ടാണ് റെഡ് ബ്ലഡ് സെൽസ് എന്ന് അറിയപ്പെടുന്നത്. ഇനി നോക്കാം ഇതിന്റെ ഫങ്ഷൻ എന്താണ്? ദീസ് സെൽസ് ട്രാൻസ്പോർട്ട് ഓക്സിജൻ ടു ദ ടിഷ്യൂ. നോക്കിയേ, RBCയുടെ ഫങ്ഷൻ എന്താ? RBC ചെയ്യുന്നത്? RBC cells, these blood cells അല്ലെ RBC ട്രാൻസ്പോർട്ട് ഓക്സിജൻ ടു ദ ടിഷ്യൂസ്. നമ്മുടെ ടിഷ്യൂസിലേക്ക് ആവശ്യമായിട്ടുള്ള ഓക്സിജൻ ട്രാൻസ്പോർട്ട് ചെയ്യുന്നു. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. RBCയുടെ ഫങ്ഷൻ സെൽസ് ട്രാൻസ്പോർട്ട് ഓക്സിജൻ ട്രാൻസ്പോർട്ട് ചെയ്യുന്നു ടു ദ ടിഷ്യൂസിലേക്ക് ആവശ്യമായിട്ടുള്ള ഓക്സിജൻ എത്തിച്ചു കൊടുക്കുകയാണ് RBCയുടെ ഫങ്ഷൻ. And are commonly used to treat of anemia. ഇത് അനീമിയ എന്ന് പറഞ്ഞ രോഗത്തിന് ട്രീറ്റ്മെന്റിനും RBC ആണ് കൊടുക്കുന്നത്. ഈ ബ്ലഡ് സെൽസ് ആണ് കൊടുക്കുന്നത് അനീമിക് ആകുന്നവർക്ക്. അനീമിയ എന്ന് പറഞ്ഞാൽ എന്താ? ബ്ലഡിലുള്ള ഹീമോഗ്ലോബിന്റെ അളവ് കുറയുന്നതാണ് അനീമിയ എന്ന് പറയുന്നത്. വിളർച്ച, a condition in which blood
ഡസ് നോട്ട് ഹാവ് ഇനഫ് RBC. ആവശ്യത്തിനുള്ള RBC ഇല്ലാത്തൊരവസ്ഥ, വിളർച്ച എന്ന് പറയും. അല്ലെങ്കിൽ ഹീമോഗ്ലോബിന്റെ അളവ് കുറയുന്നതിനെയാണ്, ബ്ലഡിലുള്ള ഹീമോഗ്ലോബിന്റെ അളവ് കുറയുന്നതിനെയാണ് അനീമിയ എന്ന് പറയുന്നത്. അപ്പൊ അനീമിയ ആണെങ്കിൽ ഏത് കൊടുത്താൽ മതി? RBC കൊടുത്താൽ പോരെ? ഹീമോഗ്ലോബിൻ കൊടുത്താൽ പോരെ? പോരെ? അപ്പൊ അതുകൊണ്ട് അനീമിയ ട്രീറ്റ്മെന്റിന്, അനീമിയ പേഷ്യന്റിന് അവരെ ട്രീറ്റ് ചെയ്യാനായിട്ട് RBC ആണ് കൊടുക്കുന്നത്. RBC എന്ന് പറഞ്ഞ ബ്ലഡ് സെൽ രക്തകോശം RBC ആണ് അവർക്ക് നൽകുന്നത്. ഫംഗ്ഷൻ എന്താണ്? ട്രാൻസ്പോർട്ട് ഓക്സിജൻ ടു ദ ടിഷ്യൂസ്. RBC cells transport oxygen to tissue in the body and commonly used to treat of anemia. Anemia treatmentനും ഇത് RBC യൂസ് ചെയ്യുന്നു. അപ്പൊ ഇവിടെ ചോദിക്കാം, വിച്ച് ബ്ലഡ് സെൽസ് helps to which blood cells transport oxygen to the tissue? ഏത് ബ്ലഡ് സെൽസാ? ഏത് ബ്ലഡ് സെൽസ് ആണ് എഴുതണം അവിടെ നമ്മൾ ആൻസർ. വിച്ച് ബ്ലഡ് സെൽസ് ട്രാൻസ്പോർട്ട് ഓക്സിജൻ ടു ദ ടിഷ്യൂസ്? RBC, പ്ലേറ്റ്ലെറ്റ്, WBC, പ്ലാസ്മ എന്ന ഓപ്ഷൻസ് ഉണ്ടാവും. അപ്പൊ ഓർക്കുക, നമ്മുടെ ബോഡിയിലുള്ള ടിഷ്യൂസിലേക്ക് ആവശ്യമായിട്ടുള്ള ഓക്സിജൻ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് RBC ആണ്. അതുപോലെ തന്നെ അനീമിയ ട്രീറ്റ്മെന്റിനും യൂസ് ചെയ്യുന്നു. പഠിച്ചത് ഇപ്പൊ തന്നെ ക്ലാസ്സിൽ വെച്ച് തന്നെ പഠിച്ചു പോകാട്ടോ. ഫസ്റ്റ് പഠിച്ചില്ല RBCയുടെ ഫംഗ്ഷൻ എന്താണെന്നുള്ളത്? എന്താണ് RBCയുടെ ഫംഗ്ഷൻ? ട്രാൻസ്പോർട്ട് ഓക്സിജൻ ടു ദ ടിഷ്യൂസ് in the body and commonly used to treat of anemia. Okay. രണ്ടാമത്തെ ബ്ലഡ് സെല്ലാണ് പ്ലേറ്റ്ലെറ്റ് എന്ന് പറയുന്നത്. അതിന്റെ സയന്റിഫിക് നെയിം എഴുതിക്കോ, ത്രോംബോസൈറ്റ്. ത്രോംബോസൈറ്റ്, THRO. മാം വീഡിയോ ഇടയ്ക്ക് നിക്കുന്നുണ്ട്, എനിക്ക് മാത്രാണോ അത്? എന്താണ് എക്കോ വരുന്നുണ്ടോ? മാം പറയണ ക്ലിയർ ആവുന്നുണ്ട്, വീഡിയോ സ്പീഡിലൊക്കെ പോകുന്നുണ്ട്. അതെ, ഓക്കെ ഓക്കെ നോക്കിയോ. ത്രോംബോസൈറ്റ്സ്, THROMBOYBOCYTES. Thrombocytes, THROMBO, thrombo, THROMBOCYTES. ത്രോംബോസൈറ്റ്സ് എന്നാണ് അറിയപ്പെടുന്നത്. സയന്റിഫിക് നെയിം ആണ്. പ്ലേറ്റ്ലെറ്റ്സിന്റെ സയന്റിഫിക് നെയിം ആണ് ത്രോംബോസൈറ്റ്സ്. ഇന്നത്തെ ലൈഫ് സ്പാൻ എന്ന് പറഞ്ഞാൽ 7 ദിവസമേ ഉള്ളൂ. 7 ദിവസമാണ്. അതൊന്നും ഇതിനകത്ത് പറയുന്നില്ല, എങ്കിലും സയന്റിഫിക് നെയിം ഒന്നും നോക്കി വെക്കുക കേട്ടോ. ത്രോംബോസൈറ്റ്സ് നോക്കി. ഇനി പ്ലേറ്റ്ലെറ്റ്സിന്റെ ഫംഗ്ഷൻ എന്താണ്? പ്ലേറ്റ്ലെറ്റ്സ് എന്താ ചെയ്യുന്നത്? ബ്ലഡിലുള്ള ഒരു രക്തകോശമാണ് പ്ലേറ്റ്ലെറ്റ്. പ്ലേറ്റ്ലെറ്റ് എന്താ ചെയ്യുന്നത്? ദേ ഹെൽപ്പ് ദ ബ്ലഡ് ടു ക്ലോട്ട്. അപ്പൊ നമ്മുടെ ബോഡിയിലുള്ള ബ്ലഡ് ക്ലോട്ട് ആവാൻ, ഇപ്പൊ നമുക്ക് കൈയൊക്കെ മുറിഞ്ഞു, കുറച്ച് കഴിയുമ്പോഴത്തേക്കും ബ്ലഡ് ക്ലോട്ട് ആവില്ലേ അവിടെ? അല്ലെങ്കിൽ ഇങ്ങനെ ബ്ലീഡിങ് ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും. അപ്പൊ അങ്ങനെ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ഒരു ബ്ലഡ് സെല്ലാണ് പ്ലേറ്റ്ലെറ്റ് എന്ന് പറയുന്നത്. പ്ലേറ്റ്ലെറ്റ് ഉള്ളത് കൊണ്ടാണ് ബ്ലഡ് ക്ലോട്ട് ചെയ്യുന്നത്. ദേ ഹെൽപ്പ് ദ ബ്ലഡ് ടു ക്ലോട്ട് and used to treat leukemia and other forms of cancer. ലുക്കീമിയ പോലുള്ള, ലുക്കീമിയ എന്ന് പറഞ്ഞാൽ എന്താ? ലുക്കീമിയ എന്ന് പറയുന്നത് ബ്ലഡ് ക്യാൻസർ ആണല്ലേ ലുക്കീമിയ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ലുക്കീമിയ ഓൾസോ കോൾഡ് ബ്ലഡ് ക്യാൻസർ. ബ്ലഡ് ക്യാൻസർ ആണ്. ബ്ലഡ് ക്യാൻസറും മറ്റുള്ള ഫോംസ് ഓഫ് ക്യാൻസേഴ്സിനൊക്കെ ട്രീറ്റ് ചെയ്യാനായിട്ട് പ്ലേറ്റ്ലെറ്റ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതിനകത്ത് ഫംഗ്ഷൻ നോക്കുക. ദേ ഹെൽപ്പ് ദ ബ്ലഡ് ടു ക്ലോട്ട്. ഇവിടെ ചോദിക്കാം, വിച്ച് ബ്ലഡ് സെൽസ് ഹെൽപ്സ് ദ ബ്ലഡ് ടു ക്ലോട്ടിങ്? ഇത് പ്ലേറ്റ്ലെറ്റ്സ്. അപ്പൊ ബ്ലഡ് ക്ലോട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ബ്ലഡ് സെല്ലാണ് പ്ലേറ്റ്ലെറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയില്ലേ? They help the blood to clot. ബ്ലഡ് ക്ലോട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ബ്ലഡ് സെല്ലാണ് പ്ലേറ്റ്ലെറ്റ്. and are used to treat leukemia and other forms of cancer. ലുക്കീമിയ എന്ന് പറഞ്ഞാൽ എന്താണ് പറഞ്ഞ? ബ്ലഡ് ക്യാൻസർ ആണ്. ഇറ്റ്സ് ഓൾസോ കോൾഡ് ബ്ലഡ് ക്യാൻസർ. അപ്പൊ ഈ രക്തത്തിലുള്ള ഈ പ്ലേറ്റ്ലെറ്റ്സിന് വരുന്ന ക്യാൻസർ ആണ്. ശ്വേത രക്താണുക്കൾക്ക് വരുന്ന ക്യാൻസർ ആണ്. ഇതിന്റെ വരുന്ന ക്യാൻസർ ആണ് ലുക്കീമിയ എന്ന് പറയുന്നത്. ഓക്കെ,
നെക്സ്റ്റ് പ്ലേറ്റ്ലെറ്റ്സ് പറഞ്ഞു. പ്ലേറ്റ്ലെറ്റ്സ് they help the blood to clot and used to treat leukemia and other forms of cancer. Okay, അപ്പൊ പ്ലേറ്റ്ലെറ്റിന്റെ ഫംഗ്ഷൻ എന്താണ്? എന്താ ചെയ്യുന്ന പ്ലേറ്റ്ലെറ്റ്? ബ്ലഡ് എന്ത് ചെയ്യുന്ന? പ്ലേറ്റ്ലെറ്റിന്റെ ഫംഗ്ഷൻ എന്താ? ക്ലോട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു അല്ലെ? they help the blood to clot. ഇനി അടുത്ത് നോക്കിയേ, WBC, white blood cells. WBC, white blood cells. ഇതിന്റെ സയന്റിഫിക് നെയിം എന്ന് പറയുന്നത് ലൂക്കോസൈറ്റ്. LEUKOCYTES, leukocytes. White blood cells, leukocytes. ഇതിന്റെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് 10 ഒടുങ്ങി 15 ദിവസം വരെ ഇതിന് ആയുസുണ്ട്. വൈറ്റ് ബ്ലഡ് സെൽസ്. ഇനി എന്താ നോക്കിയേ, വൈറ്റ് ബ്ലഡ് സെൽസിന്റെ ഫംഗ്ഷൻ എന്താ? ദീസ് സെൽസ് ഹെൽപ്പ് ഇൻ ഫൈറ്റിംഗ് ഇൻഫെക്ഷൻ. നമുക്ക് മനുഷ്യ ശരീരത്തില് രോഗപ്രതിരോധ ശേഷി നൽകുന്ന രക്തകോശമാണ്. അതുപോലെ തന്നെ ഇൻഫെക്ഷനെതിരായിട്ട് ഫൈറ്റ് ചെയ്യും. ദീസ് സെൽസ് ഹെൽപ്പ് ഇൻ ഫൈറ്റിംഗ് ഇൻഫെക്ഷൻ. അല്ല, ഇൻഫെക്ഷൻസ് ഒക്കെ എതിരായിട്ട് ഫൈറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു ബ്ലഡ് സെൽസ് ആണ് വൈറ്റ് ബ്ലഡ് സെൽസ് എന്ന് പറയുന്നത്. വൈറ്റ് ബ്ലഡ് സെൽസ് ദേ ഹെൽപ്പ് ദ ഇമ്മ്യൂൺ പ്രോസസ്. ഇതാണ് നമ്മുടെ ശരീരത്തില് രോഗപ്രതിരോധ ശേഷി നൽകുന്ന രക്തകോശമാണ് WBC. ഓക്കെ, അപ്പൊ ഇതിനകത്ത് ഇവിടെ ക്വസ്റ്റ്യൻ ചോദിക്കാം, വിച്ച് ബ്ലഡ് സെൽസ് പ്രൊവൈഡ് ഇമ്മ്യൂണിറ്റി ഇൻ ദ ഹ്യൂമൻ ബോഡി? നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ ഇമ്മ്യൂണിറ്റി നൽകുന്ന ബ്ലഡ് സെൽസ് ഏതാ? ബ്ലഡ് സെൽസ് ഏതാ? വൈറ്റ് ബ്ലഡ് സെൽസ്. ബ്ലഡ് സെൽസ് ആണ്. ഓക്കെ, വൈറ്റ് ബ്ലഡ് സെൽസ്. ഇത് മലയാളം വൈറ്റ് ബ്ലഡ് സെൽസ് ശ്വേത രക്താണുക്കൾ എന്ന് പറയൂ കേട്ടോ. ശ്വേത രക്താണുക്കൾ. WBC, white blood cells. Okay, these cells help in fighting infection and help the immune process. അവിടെ അത് മിസ് ആയിട്ടുണ്ട്, അവിടെ ഒന്ന് എഴുതി ചേർത്ത് നിങ്ങൾ. ഇമ്മ്യൂൺ, IMMUNE, ഇമ്മ്യൂൺ പ്രോസസ്. നമ്മുടെ ശരീരത്തില് രോഗപ്രതിരോധ ശേഷി നൽകുന്ന ഒരു ബ്ലഡ് സെല്ലാണ് വൈറ്റ് ബ്ലഡ് സെൽസ്. ഇമ്മ്യൂൺ പ്രോസസ്, IMMUNE, ഇമ്മ്യൂൺ പ്രോസസ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് പ്ലാസ്മ. പ്ലാസ്മ എന്ന് പറഞ്ഞത് ദ വാട്ടറി ഫ്ലൂയിഡ് പാർട്ട് ഓഫ് ദ ബ്ലഡ്. അപ്പൊ ബ്ലഡിലെ വാട്ടറി ഫ്ലൂയിഡ് പാർട്ട് ആണ് പ്ലാസ്മ. ഇൻ വിച്ച് ദ റെഡ് ബ്ലഡ് സെൽസ്, വൈറ്റ് ബ്ലഡ് സെൽസ് ആൻഡ് പ്ലേറ്റ്ലെറ്റ് ആർ സസ്പെൻഡഡ്. ഇത് RBC, WBC, പ്ലേറ്റ്ലെറ്റ് ഒക്കെ സസ്പെൻഡ് ചെയ്ത് കിടക്കുന്ന ഒരു വാട്ടറി ഫ്ലൂയിഡ് പാർട്ട് ഓഫ് ദ ബ്ലഡ് ആണ് പ്ലാസ്മ എന്ന് പറയുന്നത്. പ്ലാസ്മ. ഓക്കെ, അപ്പൊ ചോദിക്കാം, ദ വാട്ടറി ഫ്ലൂയിഡ് പാർട്ട് ഓഫ് ദ ബ്ലഡ്. ഏതാണ് വാട്ടറി ഫ്ലൂയിഡ് പാർട്ട്? ഏതാണ്? പ്ലാസ്മയാണ്. അതിനകത്ത് ഏതൊക്കെയുണ്ട്? RBC, WBC, പ്ലേറ്റ്ലെറ്റ് ഒക്കെ സസ്പെൻഡ് ചെയ്ത് നിൽക്കുന്നത് പ്ലാസ്മയിലാണ്. Plasma is required to carry the many parts of the blood through the blood streams. എല്ലാ ഭാഗത്തേക്കും ബ്ലഡ് സ്ട്രീംസിൽ കൊണ്ട് തന്നെ എല്ലാ ഭാഗത്തേക്കും ഇത് പോകുന്നു. പ്ലാസ്മ പെർഫോം മെനി ഫങ്ഷൻസ് ഇൻക്ലൂഡിംഗ് ദ ഫോളോയിങ്. ഇവിടെ നോക്കുക, ഇത് 3 ഇമ്പോർട്ടന്റ് ആണ്. ഇതിനകത്ത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ പ്ലാസ്മാസ് ഫങ്ഷൻ? അത് കംസ് അണ്ടർ പ്ലാസ്മ ഫങ്ഷൻ. പ്ലാസ്മയുടെ ഫങ്ഷൻസിൽ ഉൾപ്പെടുന്നത് ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏതാണെന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാത്ത ഏതാണെന്ന് ചോദിക്കാം. 3 ഫങ്ഷൻ ആണ് ഇവിടെ പ്ലാസ്മയുടെ പറയുന്നത്. പ്ലാസ്മയുടെ ഫങ്ഷൻ നോക്കിയേ, പ്ലാസ്മ പെർഫോം മെനി ഫങ്ഷൻസ് ഇൻക്ലൂഡിംഗ് ദ ഫോളോയിങ്. ഏതൊക്കെ വരുന്നേ? ഫസ്റ്റ് ഫങ്ഷൻ എന്താ? ഹെൽപ്പ് ടു മെയിൻറ്റെയിൻ ബ്ലഡ് പ്രഷർ. ഒന്നാമത്തെ ഫങ്ഷൻ എന്താ? ബ്ലഡ് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നു. അപ്പൊ ബ്ലഡ് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്ന ആരാ? പ്ലാസ്മ അല്ലെ? help to maintain the blood pressure. Blood pressure maintain ചെയ്യാൻ സഹായിക്കുന്നു. Provide protein for blood clotting. Blood clotting ന് ആവശ്യമായിട്ടുള്ള പ്രോട്ടീൻ പ്രൊവൈഡ് ചെയ്യുന്നു. Provides
പ്രോട്ടീൻസ് ഫോർ ബ്ലഡ് ക്ലോട്ടിംഗ്. ബ്ലഡ് ക്ലോട്ടിങ്ങിന് ആവശ്യമായിട്ടുള്ള പ്രോട്ടീൻ പ്രൊവൈഡ് ചെയ്യുന്നു. തേർഡ് ഫംഗ്ഷൻ എന്താ? ബാലൻസ് ദ ലെവൽ ഓഫ് സോഡിയം ആൻഡ് പൊട്ടാസ്യം. നമ്മുടെ ബോഡിയിലെ സോഡിയം പൊട്ടാസ്യം ലെവലൊക്കെ ബാലൻസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ഏതൊക്കെയാ 3 ഫങ്ഷൻസ് പ്ലാസ്മയുടെ? help to maintain blood pressure, provides proteins from ക്ലോട്ടിംഗ്, balance the level of sodium and potassium. പൊട്ടാസ്യം. സോഡിയം പൊട്ടാസ്യം ലെവലൊക്കെ ബാലൻസ് ചെയ്യാൻ സഹായിക്കുന്നു. ഇപ്പൊ മിക്കവർക്കും പറയുന്ന ഒരു അസുഖമാണ് സോഡിയത്തിന്റെ അളവ് കുറഞ്ഞു, അല്ലെ? കേൾക്കാറില്ലേ? സോഡിയം പൊട്ടാസ്യത്തിന്റെ ഒക്കെ അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത് ഈ പ്ലാസ്മ ആണ്. പ്ലാസ്മയുടെ ഫംഗ്ഷൻ ആണ്. ഓക്കെ, അപ്പൊ അത് 3 പഠിക്കണം കേട്ടോ. ഹെൽപ് ടു മെയിൻറ്റെയിൻ ദ ബ്ലഡ് പ്രഷർ, provide protein for blood clotting, balance the level of sodium and potassium. സോഡിയം പൊട്ടാസ്യം ലെവലിനെയൊക്കെ ബാലൻസ് ആക്കുന്നു, ബാലൻസ് ചെയ്യുന്നു. രക്തത്തിലെ ബ്ലഡിലുള്ള ദ്രാവക ഭാഗമാണ്, വാട്ടറി ഫ്ലൂയിഡ് പാർട്ടാണ് പ്ലാസ്മ. രക്തത്തിലുള്ള ദ്രാവക ഭാഗമാണ് പ്ലാസ്മ എന്ന് പറയുന്നത്. ഈ ബ്ലഡ് സെൽസ് RBC, WBC, പ്ലേറ്റ്ലെറ്റ് ഒക്കെ കാണപ്പെടുന്നത് പ്ലാസ്മയിലാണ്. സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് പ്ലാസ്മയിലാണ്. നമ്മുടെ ബ്ലഡിലുള്ള പ്ലാസ്മയുടെ അളവ് 55% ആണ്. അത് വേണമെങ്കിൽ ഒന്ന് നോട്ട് ചെയ്തോട്ടോ. 55% ബ്ലഡിലെ പ്ലാസ്മ ഉള്ളത്. 55% ആണ് പ്ലാസ്മയുടെ അളവ്. 55% പ്ലാസ്മയാണ് ഉള്ളത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയ? 4 കമ്പോണൻസ് പഠിച്ച? ബ്ലഡിലുള്ള 4 കമ്പോണൻസ് വേഗം ഒന്ന് പറഞ്ഞേ. ഫസ്റ്റത്തെ ഏതായിരുന്നു? RBC, റെഡ് ബ്ലഡ് സെൽസ്, അല്ലെ? എന്താണ് ഫംഗ്ഷൻ? Transport oxygen to the tissues in the body and are commonly used to treat anemia. അനീമിയ. ഓക്കെ, രണ്ടാമത്തെ സെക്കൻഡ് വൺ ഏതായിരുന്നു? പ്ലേറ്റ്ലെറ്റ്. ഇപ്പൊ ഞാൻ എന്താ എല്ലാവരും ഇതിന്റെ ഒപ്പം വായിക്കാം കേട്ടോ. ഇതൊന്ന് റീഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇപ്പൊ തന്നെ പഠിക്കാലോ. സെക്കൻഡ് ആണ് പ്ലേറ്റ്ലെറ്റ്. പ്ലേറ്റ്ലെറ്റിന്റെ ഫംഗ്ഷൻ എന്താ? They help the blood to clot and used to treat leukemia and other forms of cancer. Okay, the blood clotting. അത് ചോദിക്കും. In which blood cell help to blood clotting? ഏത് ബ്ലഡ് സെല്ലാണ് ബ്ലഡ് ക്ലോട്ടിങ്ങിന് സഹായിക്കുന്നത്? ഇത് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ ഷുവർ ആണ് ഇതിൽ നിന്ന്. ഈ 4 ഫംഗ്ഷനിൽ നിന്ന് എന്തായാലും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. അത്ര ഇമ്പോർട്ടന്റ് ഏരിയ ആണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നതും. അപ്പൊ നിങ്ങൾ ടൈം എടുത്ത് ഇവിടെ ഇരുന്ന് തന്നെ പഠിക്കാം. പിന്നെ നെക്സ്റ്റ് ആണ് WBC. WBCയുടെ ഫംഗ്ഷൻ എന്താ? These cells help infection and help the immune process. ഇമ്മ്യൂൺ പ്രോസസ്സിനെ ഹെൽപ്പ് ചെയ്യും. നമ്മുടെ ശരീരത്തില് രോഗപ്രതിരോധ ശേഷി നൽകുന്ന രക്തകോശമാണ് WBC. നെക്സ്റ്റ് ആണ് പ്ലാസ്മ എന്ന് പറഞ്ഞത്. പ്ലാസ്മ ഏതാ? വാട്ടറി ഫ്ലൂയിഡ് പാർട്ട് ഓഫ് ദ ബ്ലഡ്. പ്ലാസ്മ, ദ വാട്ടറി ഫ്ലൂയിഡ് പാർട്ട് ഓഫ് ദ ബ്ലഡ് ഈസ് കോൾഡ് എന്താ പറയുന്നേ? പ്ലാസ്മയുടെ പ്ലാസ്മയിലാണ് RBC, WBC, പ്ലേറ്റ്ലെറ്റ് ഒക്കെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. പ്ലാസ്മ ഈസ് റിക്വയർഡ് ടു ക്യാരി ദ മെനി പാർട്ട് ഓഫ് ദ ബ്ലഡ് ത്രൂ ദ ബ്ലഡ് സ്ട്രീംസ്. ബ്ലഡ് സ്ട്രീംസിൽ കൂടെ എല്ലാ ഭാഗത്തേക്കും പ്ലാസ്മ നിൽക്കുന്നു. പ്ലാസ്മ പെർഫോം ദ വേരിയസ് ഫംഗ്ഷൻ. അതിനകത്ത് പ്ലാസ്മയുടെ ഫംഗ്ഷൻസിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഹെൽപ് ടു എന്തൊക്കെയായിരുന്നു? പ്ലാസ്മയുടെ ഫംഗ്ഷൻ ബ്ലഡ് പ്രഷർ, പ്രൊവൈഡ് സോഡിയം ആൻഡ് പൊട്ടാസ്യം. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്ന ക്രയോ പ്രസിപ്പിറ്റേറ്റ്. ക്രയോ പ്രസിപ്പിറ്റേറ്റ് AHF, ആന്റി ഹീമോഫിലിക് ഫാക്ടർ. ക്രയോ പ്രസിപ്പിറ്റേറ്റ് എന്താണ്? ക്രയോ പ്രസിപ്പിറ്റേറ്റ് എന്ന് പറയുന്നത് നോക്കിയേ. The portion of the plasma that contains clotting factor that help to control bleeding. എന്താണ് ക്രയോ പ്രസിപ്പിറ്റേറ്റ് എന്ന് പറഞ്ഞാൽ? The portion of the plasma that contain clotting factor. ബ്ലഡ് ക്ലോട്ട് ചെയ്യാൻ സഹായിക്കുന്ന ക്ലോട്ടിംഗ് ഫാക്ടർ ഉള്ള, ബ്ലീഡിങ്ങിനെ കൺട്രോൾ ചെയ്യുന്ന ക്ലോട്ടിംഗ് ഫാക്ടർ ഉള്ള പ്ലാസ്മയിലെ ഒരു ഭാഗമാണ് ക്രയോ പ്രസിപ്പിറ്റേറ്റ് എന്ന് പറയുന്നത്. The portion of the plasma that contains clotting factor that help to control bleeding. ബ്ലീഡിങ് കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്ന ക്ലോട്ടിംഗ് ഫാക്ടർ ഉള്ള പ്ലാസ്മയിലെ ഒരു ഭാഗമാണ് ക്രയോ പ്രസിപ്പിറ്റേറ്റ് എന്ന് പറയുന്നത്. ഇവിടെ നോക്കിയേ ഏതൊക്കെയാണ്? ആൽബുമിൻ. ആൽബുമിൻ എന്താ? ആൽബുമിൻ എന്ന് പറഞ്ഞൊരു പ്രോട്ടീൻ ആണ് കേട്ടോ.
is a protein in our blood plasma. അവിടെ വേണമെങ്കിൽ ഒന്ന് നോട്ട് ചെയ്തോ. Albumin is a protein in our blood plasma. ബ്ലഡ് പ്ലാസ്മയിലുള്ള ഒരു പ്രോട്ടീൻ ആണ് ഇത് ആൽബുമിൻ. നെക്സ്റ്റ് ആണ് ഇമ്മ്യൂൺ ഗ്ലോബുലിൻ. ഇമ്മ്യൂൺ ഗ്ലോബുലിൻ ഇതൊരു ഗ്ലൈക്കോ പ്രോട്ടീൻ ആണ്. ഗ്ലൈക്കോ പ്രോട്ടീൻ പ്രൊഡ്യൂസ്ഡ് ബൈ പ്ലാസ്മ സെൽ. പ്ലാസ്മ സെല്ല് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഗ്ലൈക്കോ പ്രോട്ടീൻ ആണ് ഗ്ലോബുലിൻ എന്ന് പറയുന്നത്. അവിടെ ഒന്ന് എഴുതി വെച്ചോ, അല്ലെങ്കിൽ നോട്ടിലേക്ക് എഴുതിക്കോ. ഇമ്മ്യൂൺ ഗ്ലോബുലിൻ. ഇമ്മ്യൂൺ ഗ്ലോബുലിൻ. ഗ്ലൈക്കോ പ്രോട്ടീൻസ് glyco, GLYCOPROTEINS, glycoproteins produced by plasma cells. Glycoprotein produced by plasma cells contains CONTAINS, contains antibodies, that make your immune system stronger. Okay, albumin, immune globulin, and clotting factor. Concentrate may also be separated and processed for transfusion. അപ്പൊ ഇത് ഓരോന്നും എന്ത് ചെയ്യുന്നു? സെപ്പറേറ്റ് ചെയ്യുന്നു. ആൽബുമിൻ, ഇമ്മ്യൂൺ ഗ്ലോബുലിൻ ആൻഡ് ക്ലോട്ടിംഗ് ഫാക്ടർ കോൺസെൻട്രേറ്റ് may also be separated and processed for transfusion. ട്രാൻസ്ഫ്യൂഷൻ ചെയ്യുമ്പോൾ ഇതെല്ലാനും ഇതുപോലെ സെപ്പറേറ്റ് ചെയ്യുന്നു. അതിലാണ് നിങ്ങൾ പറഞ്ഞ ഇത് രണ്ടും ഒന്ന് വെറുതെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. ഏതാണ് ഒന്നാമത്തെ? അനീമിയ എന്ന് എഴുതിക്കോട്ടോ. ഒരു സെന്റൻസ് എഴുതിക്കോ. അനീമിയ. Anemia, ANAEMIA, anemia. Anemia. A condition, anemia. A condition, in which the blood doesn't have enough healthy RBC. A condition in which the blood doesn't have enough healthy RBC. കണ്ടീഷൻ ആണ് നമ്മൾ അനീമിയ എന്ന് പറയുന്നത്. അനീമിയ. നെക്സ്റ്റ്, അപ്പോ ക്രയോ പ്രസിപ്പിറ്റേറ്റ് എന്താണെന്ന് പറഞ്ഞ്. എന്താണ് ക്രയോ പ്രസിപ്പിറ്റേറ്റ്? എന്താ? The portion of the plasma that contains clotting factors that help to control bleeding. ബ്ലഡ് ക്ലോട്ട് ചെയ്യാൻ സഹായിക്കുന്ന, ബ്ലീഡിങ്ങിനെ കൺട്രോൾ ചെയ്യുന്ന ആ ക്ലോട്ടിംഗ് ഫാക്ടർ ഉള്ള പ്ലാസ്മയിലെ ഒരു ഭാഗമാണ് ക്രയോ പ്രസിപ്പിറ്റേറ്റ് എന്ന് പറയുന്നത്. ആന്റി ഹിമോഫിലിക് ഫാക്ടർ, ക്രയോ പ്രസിപ്പിറ്റേറ്റ്, AHF.
ഇപ്പോ ക്രയോ പ്രസിപ്പിറ്റേറ്റിന് ഒരു എക്സാമ്പിൾ ചോദിക്കുകയാണെങ്കിൽ ഇവിടെ ഫൈബ്രിനോജൻ അതൊന്നും വേണമെങ്കിൽ എഴുതി വെച്ചോട്ടോ. എക്സാമ്പിൾ ക്രയോ പ്രസിപ്പിറ്റേറ്റിന്റെ എക്സാമ്പിൾ ആണ് ഫൈബ്രിനോജൻ, FIBRINOGEN, ഫൈബ്രിനോജൻ. ഇത് ലിവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്രോട്ടീൻ ആണ്. ഇറ്റ് ഈസ് എ പ്രോട്ടീൻ പ്രൊഡ്യൂസ്ഡ് ബൈ ലിവർ. It is a protein produced by the liver. This protein helps to stop bleeding. The bleeding control ചെയ്യാനായിട്ട് ബ്ലീഡിങ് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രോട്ടീൻ, ലിവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്രോട്ടീൻ ആണ് ഫൈബ്രിനോജൻ. ഇത് ഒരു ക്രയോ പ്രസിപ്പിറ്റേറ്റ് ആണ്, എക്സാമ്പിൾ ആണ്. ഇനി അടുത്തത് നെക്സ്റ്റ് വരുന്ന നോക്കിയേ, വാട്ട് ഈസ് മീൻ ബൈ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ? നമ്മൾ പറഞ്ഞായിരുന്നു എന്താണ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറഞ്ഞ ട്രാൻസ്ഫ്യൂഷൻ എന്താ എഴുതിയായിരുന്നല്ലോ ഫസ്റ്റ് തന്നെ. എന്താണ് ട്രാൻസ്ഫ്യൂഷൻ? ട്രാൻസ്ഫ്യൂഷൻ എന്താണ് ട്രാൻസ്ഫ്യൂഷൻ? ട്രാൻസ്ഫർ ഓഫ് ട്രാൻസ്ഫ്യൂഷൻ എന്താ? ട്രാൻസ്ഫർ ഓഫ് ബ്ലഡ് ഫ്രം വൺ പേഴ്സൺ ടു അനദർ. ഇതല്ല ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറഞ്ഞേ, ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ബ്ലഡ് കൊടുക്കുന്നത്, ട്രാൻസ്ഫ്യൂസ് ചെയ്യുന്നതാണ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറഞ്ഞത്. Okay, typically blood transfusion is the process in which blood components are transferred from one person, donor, one person or donor, into bloodstream of another person recipient. അതായത് ഒരു ഡോണറിൽ നിന്ന് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്ന ആളാണ് ഡോണർ എന്ന് പറയുന്നത് അല്ലെ. ആ ഡോണറിൽ നിന്ന് ബ്ലഡ് മറ്റൊരു പേഴ്സൺ റെസിപ്പിയന്റ്, അത് റിസീവ് ചെയ്യുന്ന റെസിപ്പിയന്റിന്റെ ബ്ലഡ് സ്ട്രീമിലേക്ക് കൊടുക്കുന്നത്, പകർന്നു കൊടുക്കുന്നതിനാണ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറയുന്നത്. അവിടെ കിടക്കുന്നുണ്ട്. വാട്ട് ഈസ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ? എന്താണ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ? Blood transfusion is the process in which the blood components are transformed from one person to another into the bloodstream of another person. What is blood transfusion? The blood transfusion എന്ന് പറയുന്നത് blood components are transferred from one person into the bloodstream of another person. Another, അല്ലേ? ബ്ലഡ് സ്ട്രീം എന്ന് വെച്ചാൽ എന്താ? രക്തപ്രവാഹത്തിലേക്ക് മറ്റൊരാൾക്കാരുടെ ബ്ലഡിലേക്ക് കൊടുക്കുകയാണ്. അപ്പൊ ഡോണറിൽ നിന്ന് റെസിപ്പിയന്റിലേക്ക് ബ്ലഡ് ട്രാൻസ്ഫർ ചെയ്യുന്നതിനാണ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറയുന്നത്. ഇറ്റ് കംസ് ഇൻ ടു ആൻ ആക്ട് എസ്പെഷ്യലി ആസ് എ ലൈഫ് സേവിംഗ് പ്രോസസ് ഫോർ ദ റെസിപ്പിയന്റ്. അപ്പൊ ഇത് ബ്ലഡ് റിസീവ് ചെയ്യുന്ന ആളെ സംബന്ധിച്ച് ഇതൊരു എന്താ പറയാ, ഇത് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒരു ലൈഫ് സേവിംഗ് പ്രോസസ് ആണ് പറയുന്നത്. എന്തുകൊണ്ടാ? there is a large loss of blood cells through the bleeding or depression of the bone marrow. ബോൺ മാരോ എന്ന് പറഞ്ഞാൽ അസ്ഥിമജ്ജയ്ക്കൊക്കെ ഉണ്ടാകുന്ന ഡിപ്രഷൻ അല്ലെങ്കിൽ ഭയങ്കര ബ്ലീഡിംഗ് ഒക്കെ മൂലം ഒത്തിരി ബ്ലഡ് നമ്മുടെ ശരീരത്തിൽ നിന്ന് പോയി ബ്ലഡ് ലോസ് ആയി പോകുന്നവർക്ക് ഈ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറയുന്നത് ഒരു ലൈഫ് സേവിംഗ് പ്രോസസ് ആണ്. നമുക്ക് എന്താ പറയാ, ഒത്തിരി ബ്ലഡ് ഒക്കെ പോയി നമ്മൾ കേട്ടിട്ടില്ലേ, റോഡിൽ ആക്സിഡന്റ് ഒക്കെ പറ്റി ചിലപ്പോൾ ബ്ലഡ് ഒക്കെ അവിടെ തന്നെ കുറെ പോയി കൃത്യസമയത്ത് ഹോസ്പിറ്റലിൽ എത്തിക്കാൻ പറ്റാത്തത് കൊണ്ട് മരിച്ചു എന്നൊക്കെ അല്ലെ. ഒത്തിരി അമിതമായിട്ട് ബ്ലഡ് നമ്മുടെ ബോഡിയിൽ നിന്ന് പോയി കഴിഞ്ഞാൽ എന്താ പറയാ, ആൾക്ക് മരണം ഉറപ്പാണ്. അപ്പൊ ഇങ്ങനെ ഈ ബ്ലഡ് റിസീവ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച്, സ്വീകരിക്കുന്ന ഒരാൾക്ക് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറയുന്നത് ഒരു ലൈഫ് സേവിംഗ് പ്രോസസ് ആണ് അല്ലെ. അതുകൊണ്ട് തന്നെ നോക്കിയേ, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഈസ് കൺസിഡർ ആസ് എ നോബിൾ പോസ്റ്റ്. എന്താണ്? ഒരു മഹത്തായ ഒരു കൃത്യമായിട്ട് ഇത് കണക്കാക്കുന്നു. ബ്ലഡ് കൊടുക്കുന്നത്, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറയുന്നത് ഈസ് കൺസിഡർഡ് ആസ് എ നോബിൾ പോസ്റ്റ്. ഒരു മഹത്തായ കൃത്യമായിട്ടാണ് ഇത് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ കണക്കാക്കുന്നത്. എന്തുകൊണ്ടാ? ബ്ലഡ് അത് റിസീവ് ചെയ്യുന്ന ആൾക്ക് അദ്ദേഹത്തിന് ഒരു ലൈഫ് സേവിംഗ് പ്രോസസ് ആണ്. മനസ്സിലായോ?
പിന്നത്തെ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എന്താന്ന് പറഞ്ഞു. ബ്ലഡ് ട്രാൻസ്ഫ്യൂഷന്റെ ഇമ്പോർട്ടന്റ് എന്താണെന്നാണ് പറഞ്ഞത്. ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ ദ പ്രോസസ് ഇൻ വിച്ച് ദ ബ്ലഡ് കമ്പോണൻസ് ആർ, ബ്ലഡിലെ കമ്പോണൻസ് ആണ്. അത് ഓരോ ബ്ലഡ് ഫുൾ അല്ല കൊടുക്കുന്ന ഓരോ കമ്പോണൻസും. അതുകൊണ്ടാണ് പറഞ്ഞേക്കുന്നത് ബ്ലഡ് കമ്പോണൻസ് ആർ ട്രാൻസ്ഫോംഡ് ഫ്രോം വൺ പേഴ്സൺ ഇൻ ടു ദ ബ്ലഡ് സ്ട്രീം ഓഫ് അനദർ പേഴ്സൺ. It comes into act especially as a life-saving process. The life-saving process ആണ്. And for the recipient, where the large loss of blood cells through the bleeding or depression of the bone marrow. അസ്ഥിമജ്ജയ്ക്കൊക്കെ ഡിപ്രഷൻ ആയിട്ട് കുറെ ബ്ലീഡിങ്, ലാർജ് ലോസ് ഓഫ് ബ്ലീഡിങ്ങിലൂടെ കുറെ ബ്ലഡ് ഒക്കെ നഷ്ടപ്പെട്ട ആ റെസിപ്പിയന്റിന് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറയുന്നത് ഒരു മഹത്തായ ഒരു നല്ലൊരു ലൈഫ് സേവിങ് പ്രോസസ് ആണ്. അതുകൊണ്ട് തന്നെ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷനെ is considered as a noble cause. ഇതൊരു മഹത്തായ കൃത്യമായിട്ട് തന്നെ ഒരു കാര്യമായിട്ട് തന്നെ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ കണക്കാക്കാം. ഇനി നെക്സ്റ്റ് ഇത് പറഞ്ഞേക്കുന്നത് ബ്ലഡ് ബാങ്ക് സർവീസസ് ആണ്. അപ്പൊ ബ്ലഡ് ബാങ്ക് എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ പറഞ്ഞത്? ബ്ലഡ് ബാങ്ക് എന്താ? സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ എന്താ ബ്ലഡ് ബാങ്ക് എന്ന് പറഞ്ഞത്? ബ്ലഡ് ശേഖരിച്ച് കളക്ട് ചെയ്യുന്ന സ്ഥലമാണ് ബ്ലഡ് ബാങ്ക് എന്ന് പറഞ്ഞത്. ഇവിടെ നോക്കിയേ, ബ്ലഡ് ബാങ്ക് സർവീസസ് ആക്ട് ആസ് എ യൂണിവേഴ്സൽ പോയിന്റ് ആസ് ദേ കളക്ട്, ടെസ്റ്റ് ആൻഡ് സ്റ്റോർ ഓൾ ടൈപ്പ് ഓഫ് ബ്ലഡ്. കണ്ടോ, യൂണിവേഴ്സൽ പോയിന്റില് നമ്മള് ബ്ലഡ് ബാങ്ക് എന്തായിട്ട് പ്രവർത്തിക്കുന്നത്? അത് ഇസ് എ കളക്ട്, ബ്ലഡ് കളക്ട് ചെയ്യുന്നു, അതെല്ലാം ടെസ്റ്റ് ചെയ്യുന്നു, അതുപോലെ തന്നെ ആൻഡ് സ്റ്റോർ ഓൾ ടൈപ്പ് ഓഫ് ബ്ലഡ്, എല്ലാ തരത്തിലുള്ള ബ്ലഡും സ്റ്റോർ ചെയ്യുന്ന ഒരു പ്ലേസ് ആണ് അല്ലെ. അതാണ് ബ്ലഡ് ബാങ്ക് സർവീസ്, ബ്ലഡ് ബാങ്കിന്റെ സർവീസിൽ വരുന്നത്. They watchfully screen test the blood for any sign of infection. എങ്ങനെയാ അവര് വളരെ കൃത്യമായിട്ട് തന്നെ ഒരു ഇൻഫെക്ഷന്റെ ഒരു സൈൻ ഇല്ല എന്നുള്ളത് തന്നെ വളരെ സൂക്ഷ്മതയോട് കൂടി തന്നെ അവര് എന്ത് ചെയ്യുന്നു? ടെസ്റ്റ് ചെയ്യുന്നു, നിരീക്ഷിക്കുന്നു. അല്ല നമുക്ക് ഇഷ്ടമുള്ളവർക്കൊന്നും ബ്ലഡ് കൊടുക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് തന്നെ എന്താണ് ഇവിടെ നടക്കുന്നത്? ബ്ലഡ് ബാങ്ക് സർവീസിൽ വരുന്നത് they watchfully screen test the blood for any sign of infection. ഇൻഫെക്ഷന്റെ ഒരു സൈനും ഇല്ലാത്ത, ഒരു ഇതുപോലും അവശേഷിക്കാത്ത രീതിയിൽ, അതേ രീതിയിൽ എല്ലാം വളരെ സൂക്ഷ്മമായിട്ട് തന്നെ എല്ലാ സ്ക്രീനിങ് ടെസ്റ്റ് ഒക്കെ നടത്തുന്നു. അതർ ദാൻ സ്ക്രീനിങ് ഓഫ് ഇൻഫെക്ഷൻ, ഓക്കെ, ദേ ഓൾസോ ചെക്ക് ദ ബ്ലഡ് ടൈപ്പ്. ഇനി നമ്മൾ നോക്കിയേ, ആ സ്ക്രീനിങ് ഓഫ് ഇൻഫെക്ഷൻ, അത് സ്ക്രീനിങ് ഇൻഫെക്ഷൻ ഇല്ല എന്നുള്ളത് ഉറപ്പിക്കുന്നതിനോടൊപ്പം തന്നെ എന്ത് ചെയ്യുന്നു? ദേ ഓൾസോ ചെക്ക് ദ ബ്ലഡ് ടൈപ്പ് വെദർ ABO. അതിനോടൊപ്പം തന്നെ ഇൻഫെക്ഷൻ ഇല്ല എന്നുള്ളത് നോക്കുന്നതിനോടൊപ്പം തന്നെ എന്തും കൂടി നോക്കും അവര്? എന്തും കൂടി നോക്കുന്നേ? ബ്ലഡ് ടൈപ്പ് നോക്കും അല്ലെ. എ ആണോ ബ്ലഡ്, എ ഗ്രൂപ്പ് ആണോ, ബി ഗ്രൂപ്പ് ആണോ, AB ഗ്രൂപ്പ് ആണോ, O ഗ്രൂപ്പ് ആണോ എന്നുള്ളത് ബ്ലഡ് ഗ്രൂപ്പ് നോക്കും. പിന്നെ അതിന്റെ ഒപ്പം നോക്കിയേ, വെദർ ഇറ്റ് ഈസ് RH നെഗറ്റീവ് ഓർ RH പോസിറ്റീവ്. RH നെഗറ്റീവ് ആണോ, RH പോസിറ്റീവ് ആണോ എന്ന് നോക്കും. ഇന്നലെ പറഞ്ഞപ്പോ എല്ലാവർക്കും പോസിറ്റീവ് ആയിരുന്നല്ലേ അല്ലെ? ബി പോസിറ്റീവ്, AB പോസിറ്റീവ്, O പോസിറ്റീവ്, എന്റെ A പോസിറ്റീവ്. എല്ലാവർക്കും നമ്മളെല്ലാവരും പോസിറ്റീവ് ബ്ലഡ് ഗ്രൂപ്പുകാരാണ്. RH ഫാക്ടർ ഉണ്ട് നമ്മുടെ ബ്ലഡില് അല്ലെ, RH ആണ്. അപ്പൊ അതുപോലെ നമ്മളെ ബ്ലഡ് ഗ്രൂപ്പ് നോക്കുന്നതിനോടൊപ്പം തന്നെ എന്ത് ചെയ്യുന്നു? അവിടെ RH നെഗറ്റീവ് ആണോ, RH പോസിറ്റീവ് ആണോ എന്നുള്ളതും കൂടി കൺസിഡർ ചെയ്യുന്നു. Compatibility testing is done to find out if a particular unit of blood can be transferred safely into each patient. ഇങ്ങനെയുള്ള ടെസ്റ്റുകളൊക്കെ നടത്തിയതിനു ശേഷമാണ്, വളരെ ടെസ്റ്റുകളൊക്കെ നടത്തി സേഫായി ഇതായതിനു ശേഷം മാത്രമാണ് ബ്ലഡ് ട്രാൻസ്ഫർ ചെയ്യുള്ളൂ. സേഫ്റ്റി ടു ദ ആ പേഷ്യന്റിന്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അല്ലെ. ബ്ലഡ് ഒക്കെ പറ്റില്ലാത്ത ഗ്രൂപ്പൊക്കെ മാറിക്കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ജീവൻ അപകടത്തിലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ ഇങ്ങനെയുള്ള ടെസ്റ്റിങ്, അതിന് അനുയോജ്യമായിട്ടുള്ള എല്ലാ ടെസ്റ്റിങ്ങും ഒക്കെ നടത്തി അതുകൊണ്ട് അതിന് ശേഷമാണ് ഒരു പർട്ടിക്കുലർ യൂണിറ്റ് ഓഫ് ബ്ലഡ് അത് ഒരു പേഷ്യന്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. മനസ്സിലായോ? ഇനി ഒരു കാര്യം, നമ്മളുടെ ഇത് അടുത്ത പോയിന്റ് പറയണേനേക്കായി മുന്നേ നമുക്കൊരു ഇത് എഴുതാം, എന്നിട്ട് അതിലേക്ക് പോകാട്ടെ. ആ പാരഗ്രാഫ് അപ്പൊ നമ്മൾ പറഞ്ഞു പോസിറ്റീവ് നെഗറ്റീവ് പറഞ്ഞു. അപ്പൊ RH ഗ്രൂപ്പ്, RH ഫാക്ടർ ഉണ്ടെങ്കിൽ അത് ഏതാണ്? പോസിറ്റീവ് ഗ്രൂപ്പ്. നമ്മുടെ ബ്ലഡില് RH ഫാക്ടർ ഇല്ലെങ്കിൽ നെഗറ്റീവ് ഗ്രൂപ്പ്
പറഞ്ഞു അല്ലെ. ഇനി ഇവിടെ നോക്കാം നമുക്ക്. ഇനി അവിടെ തന്നേക്കണത് ഇഫ് ദ ബ്ലഡ് ടൈപ്പ് ഈസ് ഓ നെഗറ്റീവ്, ഓ നെഗറ്റീവ് ആണെങ്കിൽ യു ആർ ദ യൂണിവേഴ്സൽ ഡോണർ. ഓ ഗ്രൂപ്പ് നമ്മൾ യൂണിവേഴ്സൽ ഡോണർ ആന്ന് പറഞ്ഞു. അതിൽ ഓ പോസിറ്റീവും വരും, ഓ നെഗറ്റീവും വരും. അപ്പൊ അതിൽ ഓ നെഗറ്റീവിനെയാണ് യൂണിവേഴ്സൽ ഡോണർ എന്ന് പറയുന്നത്. അത് അവിടെ നിൽക്കട്ടെ. അതിന് മുന്നേ ഒരു കാര്യം നമുക്ക് എഴുതാം. ബുക്ക് എടുത്തേ. ഇപ്പൊ നമ്മള് ഇപ്പൊ ബ്ലഡ് ഗ്രൂപ്പ് പറഞ്ഞപ്പോ എല്ലാ ഗ്രൂപ്പിനും ഉണ്ട് പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ട് അല്ലെ. എക്ക് ഉണ്ട് എ പോസിറ്റീവ് ഉണ്ട്, എ നെഗറ്റീവ് ഉണ്ട്. ബിക്ക് ബി പോസിറ്റീവ് ഉണ്ട്, ബി നെഗറ്റീവ് ഉണ്ട്. എ ബിക്ക് എ ബി പോസിറ്റീവ് ഉണ്ട്, എ ബി നെഗറ്റീവ് ഉണ്ട്. ഒക്ക് ഒ പോസിറ്റീവ് ഉണ്ട്, ഒ നെഗറ്റീവ് ഉണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഈ പോസിറ്റീവ് ഇവിടെ നോക്കാം. നമുക്ക് ഈ ഇവിടെ നമ്മൾ ഇത് പറയുമ്പോ RH പോസിറ്റീവ് ആണെങ്കിൽ, RH പോസിറ്റീവ് ബ്ലഡ് ഈ ഇപ്പൊ നമ്മൾ പറഞ്ഞത് യൂണിവേഴ്സൽ റിസിപ്പിയന്റ് ഇവിടെ ഈ പാരഗ്രാഫിൽ തന്നിട്ടുണ്ട്. ഇത് പറഞ്ഞിട്ട് നമുക്ക് അതിലേക്ക് പോകാം കേട്ടോ. അതായിരിക്കും കുറച്ചും കൂടി എളുപ്പം. AB പോസിറ്റീവ്, AB നെഗറ്റീവ് എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ അതിനകത്ത് AB പോസിറ്റീവിനെയാണ് യൂണിവേഴ്സൽ റിസിപ്പിയന്റ് എന്ന് പറയുന്നത്, O നെഗറ്റീവിനെയാണ് യൂണിവേഴ്സൽ ഡോണർ എന്ന് പറയുന്നത്. അതെങ്ങനെയാണ് അതിലേക്ക് വരുന്നതെന്ന് നോക്കാം. ഇപ്പൊ ഇവിടെ നിങ്ങളൊന്ന് എഴുതി വെക്കാം. അപ്പൊ യൂണിവേഴ്സൽ റിസിപ്പിയന്റ് എന്ന് പറയുന്നത് AB പോസിറ്റീവ് ആണ്. അപ്പൊ അതിനകത്ത് ചോദിക്കും ഏത് ബ്ലഡ് ടൈപ്പ് ആണെന്ന് ചോദിക്കുമ്പോൾ AB പോസിറ്റീവ് എന്ന് തന്നെ എഴുതണം. ഗ്രൂപ്പ് ചോദിക്കുമ്പോൾ AB ആണെന്ന് പറയാം. യൂണിവേഴ്സൽ റിസിപ്പിയന്റ് AB ഗ്രൂപ്പ് ആണ്. വിച്ച് ബ്ലഡ് ടൈപ്പ് എന്ന് ചോദിക്കുമ്പോൾ അവിടെ കൃത്യമായിട്ട് എഴുതണം AB പോസിറ്റീവ്. AB പോസിറ്റീവ് ആണ് യൂണിവേഴ്സൽ റിസിപ്പിയന്റ്. അതെന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ എഴുതി വെച്ചോ. ഇപ്പൊ പറയാണ് ഈ ബ്ലഡ് നമ്മൾ റിസീവ് ചെയ്യുന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നോക്കാം. ഈ RH പോസിറ്റീവ് ആണെങ്കിൽ, RH പോസിറ്റീവ് ആണെങ്കിൽ അവർക്ക് എല്ലാവർക്കുടെയും ബ്ലഡ് റിസീവ് ചെയ്യാം. റിസീവ് ചെയ്യുമ്പോഴത്തെ ഉള്ള ഒരു കാര്യമായിട്ടോ, ബ്ലഡ് സ്വീകരിക്കുമ്പോഴത്തെ കാര്യം ഞാൻ പറയുന്നത്. RH പോസിറ്റീവ് ആണെങ്കിൽ, നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പ് പോസിറ്റീവ് ആണെങ്കിൽ നമുക്ക് എല്ലാ ടൈപ്പും ബ്ലഡും റിസീവ് ചെയ്യാം. അതായത് പോസിറ്റീവും റിസീവ് ചെയ്യാം, നെഗറ്റീവും റിസീവ് ചെയ്യാം. പോസിറ്റീവ് ബ്ലഡും നെഗറ്റീവ് ബ്ലഡും റിസീവ് ചെയ്യാം. ഓക്കെ. ഇനി RH നെഗറ്റീവ് ആണെങ്കിൽ ബ്ലഡ് അങ്ങനെയുള്ളവർക്ക് റിസീവ് ഓൺലി RH നെഗറ്റീവ് മാത്രമേ റിസീവ് ചെയ്യാൻ പറ്റുള്ളൂ. അതൊന്ന് എഴുതി വെച്ച് ഇവിടെ. RH പോസിറ്റീവ് blood, RH positive blood can receive, RH positive blood can receive positive and negative. പോസിറ്റീവും റിസീവ് ചെയ്യാം, നെഗറ്റീവും റിസീവ് ചെയ്യാം. ഓക്കെ. പോസിറ്റീവ് ഗ്രൂപ്പിൽ നിന്നും റിസീവ് ചെയ്യാം, നെഗറ്റീവ് ഗ്രൂപ്പിൽ നിന്നും റിസീവ് ചെയ്യാം. എഴുതിയാ? RH പോസിറ്റീവ് ബ്ലഡ് ക്യാൻ റിസീവ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്. എഴുതി കഴിഞ്ഞാ? ഫിനിഷ് ആയാ? ഓക്കെ. അതിന്റെ താഴെ തന്നെ എഴുതുക RH നെഗറ്റീവ് ബ്ലഡ്, RH നെഗറ്റീവ് ബ്ലഡ് റിസീവ്, നെഗറ്റീവ് ഗ്രൂപ്പ് ആണെങ്കിൽ, RH നെഗറ്റീവ് ആണെങ്കിൽ, AB നെഗറ്റീവ് ആണെങ്കിൽ, അതാണ് RH നെഗറ്റീവ് ബ്ലഡ് റിസീവ് ഓൺലി RH നെഗറ്റീവ് ബ്ലഡ്, റിസീവ് ഓൺലി നെഗറ്റീവ് ബ്ലഡ്. ഓക്കെ. അപ്പൊ പോസിറ്റീവ് ആണെങ്കിൽ ഇപ്പൊ AB ആണ് യൂണിവേഴ്സൽ റെസിപ്പിയന്റ് എന്ന് പറഞ്ഞ AB ഗ്രൂപ്പ് ആണ്. അപ്പൊ അതിൽ AB പോസിറ്റീവ് ഉണ്ട്, AB നെഗറ്റീവ് ഉണ്ട്. അപ്പൊ AB പോസിറ്റീവ് ആണെങ്കിൽ അവർക്ക് ഏത് റിസീവ് ചെയ്യാം? എല്ലാം പോസിറ്റീവ് ഗ്രൂപ്പിൽ നിന്ന് കൊടുക്കാം, നെഗറ്റീവ് ഗ്രൂപ്പിൽ നിന്നും റിസീവ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾ എഴുതാം. അപ്പൊ AB പോസിറ്റീവ് എഴുതിക്കേ. AB പോസിറ്റീവ് ആണ്, RH പോസിറ്റീവ്, RH ഫാക്ടർ ഉണ്ട്. അതാണ് AB പോസിറ്റീവ് ആണെങ്കിൽ അവർക്ക് ആർക്കൊക്കെ ബ്ലഡ് വാങ്ങാന്നാണ് നമ്മൾ എഴുതാൻ പോണേ കേട്ടോ. AB പോസിറ്റീവ് ആണെങ്കിൽ ഏതൊക്കെ വാങ്ങാം? A പോസിറ്റീവിന്ന് വാങ്ങാം, A നെഗറ്റീവിന്ന് വാങ്ങാം, ഇല്ലേ? ഓക്കെ.
ഇപ്പൊ എ ബി പോസിറ്റീവ് ആരാണെങ്കിലോ എ പോസിറ്റീവ് വാങ്ങാം, എ നെഗറ്റീവ് വാങ്ങും. ഇനി നെക്സ്റ്റ് ബി ഗ്രൂപ്പ് ആർക്കടെ വാങ്ങാലോ. അപ്പൊ ബി പോസിറ്റീവ് വാങ്ങാം, ബി നെഗറ്റീവ് ആർക്കടെ വാങ്ങാം. ബി പോസിറ്റീവ്, ബി നെഗറ്റീവ്. ഇനി അടുത്ത ഓ ഗ്രൂപ്പ് എല്ലാവർക്കും റിസീവ് ചെയ്യുന്ന ഗ്രൂപ്പ് അല്ലേ എ ബി എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഓ പോസിറ്റീവ് വാങ്ങാം, അവർക്കിടെ ബ്ലഡ് വാങ്ങാം, ഓ നെഗറ്റീവും വാങ്ങാം. ഓ പോസിറ്റീവ്, ഓ നെഗറ്റീവ്. ഇവിടെ നോക്കിയേ എ ബി പോസിറ്റീവ് വാങ്ങാം, എ ബി നെഗറ്റീവ് വാങ്ങാം. മനസ്സിലാവല്ലേ നിങ്ങക്ക്? അപ്പൊ എ ബി പോസിറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ്, അത് എ ബി ഗ്രൂപ്പ് ആണ് യൂണിവേഴ്സൽ റെസിപ്പിയന്റ് എന്ന് പറയുന്നത്. അതിലുണ്ട് പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്. ഇനി എ ബി പോസിറ്റീവ് ആണെങ്കിൽ അവർക്ക് എല്ലാ പോസിറ്റീവ് ഗ്രൂപ്പുകാർക്കിടെയും വാങ്ങാം, നെഗറ്റീവ് ഗ്രൂപ്പുകാർക്കിടെയും വാങ്ങാം. അപ്പൊ അതുകൊണ്ട് എ ബി ഗ്രൂപ്പുകാർക്ക് ആർക്കൊക്കെ വാങ്ങാൻ പറ്റും? ആരിൽ നിന്നൊക്കെ റിസീവ് ചെയ്യാൻ പറ്റും? എ പോസിറ്റീവ്, എ നെഗറ്റീവ്, ബി പോസിറ്റീവ്, ബി നെഗറ്റീവ്, ഓ പോസിറ്റീവ്, നെഗറ്റീവ്. അപ്പൊ എന്താണ്? ഓൾ ടൈപ്പ് ഓഫ് ബ്ലഡ്, എല്ലാ ബ്ലഡും റിസീവ് ചെയ്യാം, ഇല്ലേ? എല്ലാ ബ്ലഡും റിസീവ് ചെയ്യാം. അതുകൊണ്ട് എ ബി പോസിറ്റീവിനെ യൂണിവേഴ്സൽ റിസിപ്പിയന്റ് എന്ന് പറയുന്നു. ക്ലിയർ ആയോ? അതുകൊണ്ടാണ് എ ബി പോസിറ്റീവിനെ യൂണിവേഴ്സൽ റിസിപ്പിയന്റ് എന്ന് പറയുന്നത്. ഇനി നോക്കിയേ, എ ബി നെഗറ്റീവ് എഴുതിക്കേ. എ ബി നെഗറ്റീവ്, എ ബി നെഗറ്റീവ്. ഇവർക്ക് ആർക്കടെയൊക്കെ റിസീവ് ചെയ്യാം? ഒള്ളി നെഗറ്റീവ് ഗ്രൂപ്പുകാർക്ക് മാത്രല്ലേ വാങ്ങാൻ പറ്റുള്ളൂ. അപ്പൊ ആർക്കടെയൊക്കെ വാങ്ങാം? എ നെഗറ്റീവ്, ബി നെഗറ്റീവ്, എ ബി നെഗറ്റീവ്, ഓ നെഗറ്റീവ്. ഓക്കെ, വെരി ഗുഡ്. എ നെഗറ്റീവ്, ബി നെഗറ്റീവ്, എ ബി നെഗറ്റീവ്, ഓ നെഗറ്റീവ്. ഇവർക്ക് മാത്രല്ലേ റിസീവ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ക്ലിയർ ആയല്ലോ. അപ്പൊ എ ബി പോസിറ്റീവ് ആണ് യൂണിവേഴ്സൽ റെസിപ്പിയന്റ്. വിച്ച് ബ്ലഡ് ഗ്രൂപ്പ്? അങ്ങനെ എടുത്ത് ചോദിക്കുമ്പോൾ എ ബി പോസിറ്റീവ് എന്ന് എഴുതാം. ഇനി അടുത്തത് വന്നേ, ഇനി നമ്മള് യൂണിവേഴ്സൽ ഡോണറാ പറയാൻ പോകുന്നത്. യൂണിവേഴ്സൽ ഡോണർ ഓ നെഗറ്റീവ് ആണ്. അപ്പൊ ഇവിടെ ആദ്യം ഒന്ന് എഴുതി വെച്ചേ. അപ്പൊ ഓ നെഗറ്റീവും ഓ പോസിറ്റീവും വരുന്നുണ്ട് അല്ലെ? അപ്പൊ അവിടെ നോക്കിയേ, ഓ പോസിറ്റീവ്, അതായത് RH പോസിറ്റീവുകാർക്ക് ക്യാൻ ഗീവ്, ഇവിടെ കൊടുക്കാൻ പറ്റുന്നതാണ്, ഡൊണേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ക്യാൻ ഗീവ് RH പോസിറ്റീവ് ക്യാൻ ഗീവ് പോസിറ്റീവ് ഉള്ളി. പോസിറ്റീവ് ബ്ലഡുകാർക്ക് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. അവർക്ക് നോക്കാം, RH പോസിറ്റീവ് ആണെങ്കിൽ, അതായത് ഓ പോസിറ്റീവുകാർക്ക് പോസിറ്റീവ് ആണ് നമ്മൾ പറഞ്ഞ യൂണിവേഴ്സൽ ഡോണർ എന്ന് പറഞ്ഞത്. അപ്പൊ അതിൽ ഓ പോസിറ്റീവുകാർക്ക് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി നോക്കിയേ, അപ്പൊ ആർക്കൊക്കെ കൊടുക്കാൻ പറ്റും? എ പോസിറ്റീവിന് കൊടുക്കാം, ബി പോസിറ്റീവിന് കൊടുക്കാം, ഓ പോസിറ്റീവിന് കൊടുക്കാം. ഇനി അടുത്ത എഴുതി വെച്ചേ, RH നെഗറ്റീവ് ക്യാൻ ഗീവ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്. ഇനി നോക്കാം, RH നെഗറ്റീവ്, അതായത് ഓ നെഗറ്റീവുകാർക്ക് എല്ലാവർക്കും കൊടുക്കാം. ക്യാൻ ഗീവ് പോസിറ്റീവുകാർക്കും കൊടുക്കാം, നെഗറ്റീവുകാർക്കും കൊടുക്കാം. ക്യാൻ ഗീവ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്. അപ്പൊ ആർക്കൊക്കെ കൊടുക്കാം? ഓ നെഗറ്റീവുകാർക്ക് എ പോസിറ്റീവ്, എ നെഗറ്റീവ്, ബി പോസിറ്റീവ്, ബി നെഗറ്റീവ്, എ ബി പോസിറ്റീവ്, എ ബി നെഗറ്റീവ്, ഓ പോസിറ്റീവ്, ഓ നെഗറ്റീവ്. ഇതാരാ ഇപ്പൊ പറഞ്ഞേ? ഞാനിവിടെ പ്രസന്റ് ചെയ്തേക്കൊണ്ട് ആളെ കാണാൻ പറ്റുന്നില്ല. ആരാ പറഞ്ഞേ? അപർണയാണോ? ഇരിക്കുകയാണല്ലോ. ഓക്കെ, അപ്പൊ എന്താ പറയാ, അപ്പൊ ഇവിടെ നെഗറ്റീവുകാർക്ക്, ഓ നെഗറ്റീവുകാർക്ക് എല്ലാ ടൈപ്പും ബ്ലഡും എല്ലാവർക്കും കൊടുക്കാൻ പറ്റും, ഗിവ് അല്ലെ, ഡൊണേറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ യൂണിവേഴ്സൽ ഡോണർ എന്നറിയപ്പെടുന്ന വിച്ച് ബ്ലഡ് ടൈപ്പ്, ഏത് ബ്ലഡ് ടൈപ്പ് ആ യൂണിവേഴ്സൽ ഡോണർ? ഓ നെഗറ്റീവ്. ഇത് രണ്ടും നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അടുത്ത ഇനി നമ്മുടെ പാരഗ്രാഫിലേക്ക് വന്നേ. If your blood type is O negative, you are universal donor. Underline ചെയ്തിട്ടോ, പ്രിന്റഡ് നോട്ടിൽ അണ്ടർലൈൻ ചെയ്യാം. If your blood type is O negative, you are the universal donor.
who can transfer your blood to almost everyone, and if your blood type is AB positive, ഇനി നമ്മള് AB പോസിറ്റീവ് ആണെങ്കിൽ you act as a universal recipient. അണ്ടർലൈൻ ചെയ്തിട്ടോ. AB പോസിറ്റീവ് ആണെങ്കിൽ you act as a universal recipient. However, any mismatch between the blood type, ഇനി ഇതിങ്ങനെ നമ്മൾ കൊടുക്കുമ്പോൾ എന്തെങ്കിലും മിസ്മാച്ച് വരികയാണെങ്കിലോ എന്ത് പറ്റും? Can prove fatal, causing death. So blood test may be done carefully. അപ്പൊ ഇനിയിപ്പോ നമുക്ക് ഇങ്ങനെ കൊടുക്കാൻ പറ്റാത്ത എന്തെങ്കിലും മിസ്മാച്ച് ആയിട്ടുള്ള ബ്ലഡ് ഒക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുകയാണെങ്കിൽ ഡെത്ത് സംഭവിക്കും അല്ലെ. അതുകൊണ്ട് തന്നെ the blood test must be done carefully. വളരെ ശ്രദ്ധിച്ച് മാത്രമേ നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ അല്ലേ? ക്ലിയർ ആയില്ലേ? അപ്പൊ വിച്ച് ബ്ലഡ് ടൈപ്പ് ഈസ് കോൾഡ് യൂണിവേഴ്സൽ ഡോണർ? ഏതാ? O negative. O negative. Which blood group is universal recipient? AB positive. അത് നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ തരുമ്പോ അതിന്റെ ബ്രാക്കറ്റ് ഓപ്ഷൻസ് നോക്കാട്ടോ. വെറുതെ ഏതെങ്കിലാണോ എന്ന് നോക്കുക. പോസിറ്റീവ് നെഗറ്റീവ് എടുത്ത് ചോദിച്ചിട്ടുണ്ടോ എന്ന് നോക്കുക. അതനുസരിച്ച് ഇപ്പൊ പറഞ്ഞത് അണ്ടർലൈൻ ചെയ്ത് തന്നെ വെക്കുക, പഠിക്കുക. ഓക്കെ, പിന്നെ ഇത്രയും കാര്യങ്ങൾ ഇനിയിപ്പോ അടുത്തത് തുടങ്ങുന്നില്ല. എപ്പോഴൊക്കെയാണ് അത് നമുക്ക് അറിയാവുന്നത് തന്നെയാണ്. എപ്പോഴൊക്കെയാണ് നമുക്ക് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമായിട്ട് വരുന്നത് എന്നുള്ളതാണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഇന്ന് ഇത്രയും പഠിച്ചത്, ഇന്ന് പറഞ്ഞത് ആകെ കുറച്ചെടുത്തുള്ളൂ. അത് വളരെ ഇമ്പോർട്ടന്റ് തന്നെയാണ്. അത് വീണ്ടും പറയുകയാണ്. അതിന്റെ ഫങ്ഷൻസ് ആണ്. ബ്ലഡിലുള്ള 4 കമ്പോണൻസ്. 4 കമ്പോണൻസിന്റെ ഫങ്ഷൻ എന്തൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞു. RBC, പ്ലേറ്റ്ലെറ്റ്, വൈറ്റ് ബ്ലഡ് സെൽസ്, പ്ലാസ്മ. 4 കമ്പോണന്റ്. 4ന്റെ ഫങ്ഷൻ ഇന്ന് തന്നെ വായിക്കണം. ഈ നോട്ട് കിട്ടിയല്ലോ നിങ്ങൾക്ക്? പ്രിന്റഡ് നോട്ട് കിട്ടിയല്ലോ? ഇന്ന് തന്നെ ഇത് വായിച്ചു വെച്ചിട്ടേ കിടക്കാമുള്ളൂ. അത്ര ഇമ്പോർട്ടന്റ് ആണ്. ഓരോന്നും നോക്കാം. സെൽസ് ട്രാൻസ്പോർട്ട് ഓക്സിജൻ. അപ്പൊ ഇവിടെ ഓരോന്നും അങ്ങനെ ചോദിക്കാം. വിച്ച് ബ്ലഡ് സെൽസ് ട്രാൻസ്പോർട്ട് ഓക്സിജൻ ടു ദ ടിഷ്യൂസ്? ഏത് ബ്ലഡ് സെല്ലാ? Red blood cells. Which blood cells help the blood to clot? Plasma. ഏത് ബ്ലഡ് ക്ലോട്ട് ചെയ്യാൻ? Platelets. Platelet. Okay. Which cells help in fighting infection? White blood cells. White blood cells. The watery fluid part of the blood. Plasma. Plasma. What is the functions? Plasma. Function എന്തൊക്കെയാ? Helps to maintain blood pressure, provides proteins for blood clotting, balance the level of sodium and potassium. And potassium. Okay. ഇനി next cryoprecipitate. എന്താണ് cryoprecipitate? The portion of the plasma that contains clotting factors that helps to control bleeding. Control bleeding. Cryoprecipitate എന്താന്ന് പറഞ്ഞു. ഓക്കെ, ഇനി പിന്നെ നമ്മള് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എന്താണെന്ന് പറഞ്ഞു. എന്താണ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ? Blood components are transferred from one person into the bloodstream of another person. Is called a blood transfusion. അതിന്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞു. പിന്നെ നമ്മൾ യൂണിവേഴ്സൽ, അതിനകത്ത് RH ഫാക്ടറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് RH പോസിറ്റീവ് നെഗറ്റീവ് ഫാക്ടർ നോക്കിയിട്ട് യൂണിവേഴ്സൽ ഡോണർ ഏതാണ്, യൂണിവേഴ്സൽ റെസിപ്പിയന്റ് ഏതാണെന്നാണ് നമ്മൾ പറഞ്ഞത് അല്ലെ. അപ്പൊ ഇത്രയും ഇന്ന് എടുത്തിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ ഇന്ന് പഠിപ്പിച്ചത് നിങ്ങൾ നോക്കാം. ഇന്നിപ്പോ 5 ക്വസ്റ്റ്യൻസ് ഇട്ടിട്ടുണ്ട്. അതും മോക്ക് ടെസ്റ്റിലുള്ള ക്വസ്റ്റ്യൻസ്. അത് ചെയ്ത് നോക്കാം. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇന്നിപ്പോ നമ്മൾ എടുത്തതിൽ എന്തെങ്കിലും മനസ്സിലായുണ്ടോ? ഇല്ല മാം, മനസ്സിലായി. ഓക്കെ, ഇങ്ങനെ തന്നെ ക്ലാസ്. ഇനി എന്തെങ്കിലും മാറ്റം വരുത്തണോ ക്ലാസ്സിന്? ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതലായിട്ട് എന്തെങ്കിലും ചേഞ്ച് വരുത്തണോ? അങ്ങനെ എന്തെങ്കിലും ഒരു ഒപ്പീനിയൻ ഉണ്ടോ? മതിയോ? മനസ്സിലാവുന്നില്ലേ? ഓക്കെ ഓക്കെ ഓക്കെ, ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്തോട്ടെ. ഓക്കെ, താങ്ക് യു. Thank you, ma'am.